ഹലോ എവ്രി വൺ. ഈസിയസ്റ്റ് വേയിൽ ഗീ റൈസ് ഉണ്ടാക്കിയാലോ? ഇതൊരു സിമ്പിൾ ഗീ റൈസാണ്. ഇതിനാവശ്യമായിട്ട് നമ്മളൊരു കുക്കർ എടുക്കുക. കുക്കർ സ്റ്റവിൽ വെച്ചതിന് ശേഷം നമ്മൾ ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഗീയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ല ഫ്ലേവർ ഗീൻ്റെ വേണമെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യാവുന്നതാണ്. ഗീ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ 3 ഗ്ലാസ് മെഷർമെൻറ്റിൽ കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് ഈ ഗീയിൽ നന്നായിട്ട് ഒരു 2 മിനിറ്റ്സ് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലേവർ എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്ത് ഗാർണിഷ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു ഫ്ലേവർ എൻഹാൻസ്മെൻറ്റ് ഇതിന് നല്ലതായിരിക്കും. ഇനി 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ വേണം നിങ്ങൾ എടുക്കാൻ. ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കാൻ പ്രത്യേകം ഓർക്കുക. എക്സ്ട്രാ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു സോഫ്റ്റ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഇതിലൊന്ന് തിള വരുന്ന സമയത്ത്, അതായത് ഇതുപോലെ ആവി വരുന്ന സമയത്ത് ഒരു 8 മിനിറ്റ്സിൻ്റെ അലാം വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി ഓൺ ചെയ്ത് തന്നെ വെക്കുക. ഇതിൽ നമ്മൾ വെയിറ്റ് ഇടാണ്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. 8 മിനിറ്റ്സ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല യമ്മി ആയിട്ടുള്ള ഗീ റൈസ് റെഡി ആയിരിക്കും. നിങ്ങൾക്കൊന്നും കൂടി സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ സ്റ്റൗ ഓൺ ചെയ്യാതെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ച് വെയിറ്റ് ഇട്ട് ഒരു 10 മിനിറ്റ്സും കൂടെ കുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാം. യമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഗീ റൈസ് സിംപ്ലി റെഡിയാണ്.